multiplicity of a 0. Let f of x belongs to capital F of x and element alpha belongs to F closure is said to be a 0 of f of x of multiplicity v if v is the greatest integer such that x minus alpha whole raised to v is a factor of f of x. ഇതിൽ ഉദ്ദേശിക്കുന്നത് നോക്കൂ ഈ എഫ് ഓഫ് എക്സ് ഒരു ഉദാഹരണം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 റൈസ് ടു 4 ഇൻറ്റു എക്സ് മൈനസ് 9 റൈസ് ടു 7. അങ്ങനെ വന്നാൽ നമ്മൾ പറയും 2 എന്നുള്ളത് എഫ് ഓഫ് എക്സിന്റെ ഒരു 0 ആണ്. ശരിയല്ലേ? കാരണം എഫ് ഓഫ് 2 വെക്കുമ്പോൾ 2 മൈനസ് 2 0 ആയി പോകും. 2 ഈസ് എ 0 ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. 2 ഈസ് എ 0 ഓഫ് എഫ് ഓഫ് എക്സ് ഓഫ് മൾട്ടിപ്ലിസിറ്റി 4. കാരണം ഈ എക്സ് മൈനസ് 2 എന്നുള്ളത് 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അഥവാ ഈ 2 ഈസ് എ 0 ആണ്. ആ 2 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. Therefore 2 ഈസ് എ 0 ഓഫ് എഫ് ഓഫ് എക്സ് ഓഫ് മൾട്ടിപ്ലിസിറ്റി 4 എന്ന് പറയും. ഇവിടെ ഈ എക്സ് മൈനസ് 2 ഹോൾ റൈസ് ടു 4 എന്നുള്ളത് ഈ എഫ് ഓഫ് എക്സിന്റെ ഫാക്ടർ അല്ലേ? അതുപോലെ തന്നെ എഫ് ഓഫ് എക്സിന്റെ മറ്റൊരു ഫാക്ടറാണ് എക്സ് മൈനസ് 2. എഫ് ഓഫ് എക്സിന്റെ വേറൊരു ഫാക്ടറാണ് എക്സ് മൈനസ് 2 സ്ക്വയർ. എഫ് ഓഫ് എക്സിന്റെ വേറെ ഫാക്ടറാണ് എക്സ് മൈനസ് 2 ക്യൂബ്. എഫ് ഓഫ് എക്സിന്റെ വേറൊരു ഫാക്ടറാണ് എക്സ് മൈനസ് 2 റൈസ് ടു 4. ഇനി എക്സ് മൈനസ് 2 വെച്ചിട്ട് ഫാക്ടർ ഉണ്ടാവില്ല. കാരണം ഏറ്റവും ലാർജസ്റ്റ് ഫാക്ടർ എക്സ് മൈനസ് 2 റൈസ് ടു 4 ആണ്. അങ്ങനെ വന്നാൽ 2 ഈസ് എ 0 ഓഫ് എഫ് ഓഫ് എക്സ് ഓഫ് മൾട്ടിപ്ലിസിറ്റി 4 എന്ന് പറയും. അതുപോലെ എഫ് ഓഫ് എക്സ് ഈസ് എ 0 ഓഫ് 9 ഈസ് എ 0 ഓഫ് എഫ് ഓഫ് എക്സ് ഓഫ് മൾട്ടിപ്ലിസിറ്റി 7 എന്നും വിളിക്കാം. തിരിച്ച് ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു പോളിനോമിയലിന്റെ 0 ആണ് 2ഉം 3ഉം എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് എക്സിനെ നമുക്ക് ഏത് ഫോർമാറ്റിൽ എഴുതാൻ അറിയോ? എക്സ് മൈനസ് 2 റൈസ് ടു സംതിങ് ഇൻറ്റു എക്സ് മൈനസ് 3 റൈസ് ടു സംതിങ്. അത് ചിലപ്പോൾ ഒരു 7 ആവാം, ചിലപ്പോൾ ഒരു 8 ആവാം. അങ്ങനെ വന്നാൽ 2 ഈസ് എ 0 ഓഫ് എഫ് ഓഫ് എക്സ് ഓഫ് മൾട്ടിപ്ലിസിറ്റി 7 എന്നും ആൻഡ് 3 ഈസ് എ 0 ഓഫ് എഫ് ഓഫ് എക്സ് ഓഫ് മൾട്ടിപ്ലിസിറ്റി 8 എന്നും വിളിക്കാം. അങ്ങനെ 2ഉം 3ഉം വന്നാൽ 2 ഒരൊറ്റ പ്രാവശ്യം 3 ഒരൊറ്റ പ്രാവശ്യം അങ്ങനെയൊന്നുമില്ല. എക്സ് മൈനസ് 2 റൈസ് ടു 7 പ്രാവശ്യം റിപ്പീറ്റേഷൻ വരാം. ഓക്കെ, ഇവിടെ മറ്റൊരു കാര്യം നോക്കേണ്ടത് എഫ് ഓഫ് എക്സ് ഏതോ ഒരു പോളിനോമിയലാണ്. റെഡ്യൂസിബിൾ ആണെന്നോ ഇറെഡ്യൂസിബിൾ ആണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ നോക്ക്, ഇതിന്റെ മൾട്ടിപ്ലിസിറ്റി 4, ഇതിന്റെ മൾട്ടിപ്ലിസിറ്റി 2ന്റെ മൾട്ടിപ്ലിസിറ്റി 4, 9ന്റെ മൾട്ടിപ്ലിസിറ്റി 7. രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആയ നമ്പർ അല്ലേ? അങ്ങനെ ആവാൻ കാരണം എഫ് ഓഫ് എക്സ് റെഡ്യൂസിബിൾ പോളിനോമിയൽ ആയതുകൊണ്ടാണ്. പക്ഷെ ആ എഫ് ഓഫ് എക്സ് ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ആയിരുന്നുവെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കൂലായിരുന്നു. അതാണ് തിയറം പറയുന്നത്. തിയറം പി ഓഫ് എക്സ് ഈസ് ആൻ ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ഇൻ എഫ് ഓഫ് എക്സ്, then all 0 of p of x in F closure have the same multiplicity. നോക്കൂ, ഈ ഒരു പോളിനോമിയല് എഫ് ഓഫ് എക്സ് 2ഉം 9 ഒക്കെ സിമ്പിൾ നമ്പർ ആയിരുന്നു. എല്ലാ സമയത്തും അങ്ങനെ ആയിക്കോളണം എന്നില്ല. ഉദാഹരണം ക്യൂ ഓഫ് എക്സിലെ ഒരു ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ആണ് എക്സ് സ്ക്വയർ മൈനസ് 2. ഇതിന്റെ റൂട്ട് ആയിട്ടുള്ള റൂട്ട് 2ഉം മൈനസ് റൂട്ട് 2ഉം ക്യൂലില്ല. അത് എവിടെയുള്ളത്? ക്യൂ ക്ലോഷറിലാണുള്ളത്. ഈ ഇതിന്റെ സീറോസ് ആരൊക്കെ? റൂട്ട് 2 മൈനസ് റൂട്ട് 2 അല്ലേ? അത് ക്യൂലുണ്ടോ? ഇല്ല. എവിടെയുള്ളത്? ക്യൂ ക്ലോഷറിൽ. നോക്ക്, എക്സ് സ്ക്വയർ മൈനസ് 2 എന്ന് പറഞ്ഞാൽ ഇതിനെ എക്സ് മൈനസ് റൂട്ട് 2 ഇൻറ്റു എക്സ് പ്ലസ് റൂട്ട് 2 എന്നായിക്കൂടെ? ഇവിടെ റൈസ് ടു 1 ആണ്, ഇതും റൈസ് ടു 1 ആണ്. കണ്ടോ, രണ്ടും സെയിം നമ്പർ ആണ്. രണ്ടും 1 ആണെന്നല്ല പറയുന്നത്, രണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, p of x is an irreducible polynomial in f of x, then all 0 of p of x in f closureലുള്ള p of x ന്റെ എല്ലാ സീറോസിനും സെയിം മൾട്ടിപ്ലിസിറ്റി ആയിരിക്കും ഉണ്ടാവുക. പ്രൂഫ്: ലെറ്റ് p of x ഒരു ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ ആണ് ഇൻ f of x ലെ. therefore p of x നെ ഒരു പോളിനോമിയൽ ആയതുകൊണ്ട് a0 plus a1x plus a2x square plus etc an x raised to n എഴുതി. where all ai belongs to f. ഓക്കെ, ഇനി കാണിക്കേണ്ടത് എന്താ? പി ഓഫ് എക്സിന്റെ എല്ലാ സീറോസിനും സെയിം മൾട്ടിപ്ലിസിറ്റി എന്നാണ് കാണിക്കേണ്ടത്. ലെറ്റ് ആൽഫ ആൻഡ് ബീറ്റ ബി 2 0 ഓഫ് പി ഓഫ് എക്സ്. ആൽഫയും ബീറ്റയും പി ഓഫ് എക്സിന്റെ 2 0 ഒക്കെ എടുത്തു. പക്ഷെ പി ഓഫ് എക്സിന്റെ എല്ലാ സീറോസും ചേർത്ത് എഴുതുകയാണെങ്കിൽ ആൽഫ 1ഉം ആൽഫ 2ഉം ആൽഫ 3ഉം എക്സെട്ര ആൽഫ കെ വരെ ആരെ സീറോസ് ആണ്? പി ഓഫ് എക്സിന്റെ സീറോസ് ആണ്. കെ വരെ പി ഓഫ് എക്സിന്റെ 0 ആണ്. അതിലെ ഈ ആൽഫ 1 ഈക്വൽ ടു ആൽഫയൊക്കെ എടുക്കുക, ആൽഫ 2 ആയിട്ട് ബീറ്റയൊക്കെ എടുക്കുക. ബാക്കി ആരൊക്കെ ഉണ്ട്? അപ്പൊ പി ഓഫ് എക്സിന്റെ വേറെ സീറോസ് ആണ്. ഒന്ന് ആൽഫ, ഒന്ന് ബീറ്റ, ഒന്ന് ആൽഫ 3, ആൽഫ 4 എക്സെട്ര ആൽഫ കെ വരെ. അങ്ങനെയെങ്കിൽ പി ഓഫ് എക്സിന്റെ സീറോസ് ആണെങ്കിൽ
പി ഓഫ് എക്സിനെ നമുക്ക് ഈ ഒരു ഫാക്ടറൈസേഷൻ ചെയ്തൂടെ? പി ഓഫ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ് മൈനസ് ആൽഫ റൈസ് ടു വി ഇൻറ്റു v1 എക്സ് മൈനസ് ബീറ്റ റൈസ് ടു v2 എക്സ് മൈനസ് ആൽഫ 3 റൈസ് ടു v3 എക്സെട്ര എക്സ് മൈനസ് ആൽഫ കെ റൈസ് ടു വി കെ എന്ന് എഴുതി വെക്കാം. ഓക്കെ, ഇങ്ങനെ വന്നാൽ ഈ v1ന്റെ മൾട്ടിപ്ലിസിറ്റി, ആൽഫന്റെ മൾട്ടിപ്ലിസിറ്റി ആരാ? v1 അല്ലേ? ബീറ്റന്റെ മൾട്ടിപ്ലിസിറ്റി ആരാ? v2 അല്ലേ? ആൽഫ 3ന്റെ മൾട്ടിപ്ലിസിറ്റി v3 അല്ലേ? ആൽഫ എക്സെട്ര. അങ്ങനെയെങ്കിൽ ഞാൻ കാണിക്കേണ്ട എന്താ? വി ഹാവ് ടു ഷോ ദാറ്റ് സെയിം മൾട്ടിപ്ലിസിറ്റി, ഓൾ സീറോ ഹാവ് സെയിം മൾട്ടിപ്ലിസിറ്റി. അപ്പൊ ആൽഫയും ബീറ്റയും എടുത്തു. വി ഹാവ് ടു ഷോ ദാറ്റ് the multiplicity of alpha and multiplicity of beta are same. അഥവാ v1 equal to v2 എന്നാണ് കാണിക്കേണ്ടത്. മൾട്ടിപ്ലിസിറ്റി ഓഫ് ആൽഫ ആൻഡ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ബീറ്റ ആർ സെയിം, അതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടി നോക്കൂ, ഒരു സൈ ആൽഫ ബീറ്റ എന്നുള്ള, അപ്പൊ ആൽഫയും ബീറ്റയും എടുത്തിട്ടുണ്ടേ, ഇവിടെ കണ്ടോ, ഒരു ആൽഫയും ബീറ്റയും ചൂസ് ചെയ്തിട്ടുണ്ട്. ഒരു സൈ ആൽഫ ബീറ്റ എന്നുള്ള ആ കോൺജുഗേഷൻ ഐസമോർഫിസം ഫ്രം എഫ് ഓഫ് ആൽഫയിൽ നിന്ന് എഫ് ഓഫ് ബീറ്റയിലേക്ക്. ഈ കോൺജുഗേഷൻ ഐസമോർഫിസം എന്തായിരിക്കും എന്നറിയോ? ഈ സൈ ആൽഫ ബീറ്റ ഓഫ് എ ഈക്വൽ ടു എ ആയിരിക്കും ഫോർ ഓൾ എ ബിലോങ്സ് ടു എഫ് കേട്ടോ. ഇതിന് താഴത്തെ ഒരു എഫ് ഉണ്ടെങ്കിൽ അത് എഫിലുള്ള എല്ലാ എലിമെന്റിനും ഫിക്സ് ചെയ്യും. ഇവിടെ എഫ് കൂടി വരച്ചു വെക്കാം നമുക്ക്. ഇവിടെ എഫ് ഉണ്ട്, ഇവിടെ എഫ് ഉണ്ട്. ഇത് ഐഡന്റിറ്റി മാപ്പിംഗ് ആണ്. സൈ ആൽഫ ബീറ്റ എഫിലുള്ള എല്ലാ എലിമെന്റിനെയും ഫിക്സ് ചെയ്യുന്നുണ്ട്. ഈ സൈ ആൽഫ ബീറ്റ അതിനെ എഫ് ഓഫ് ആൽഫന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് എഫ് ക്ലോഷർ എടുക്കുക, എഫ് ഓഫ് ബീറ്റിന്റെ ക്ലോഷർ ആയിട്ട് എഫ് ക്ലോഷർ എടുക്കുക. അങ്ങനെയെങ്കിൽ ഐസമോർഫിസം എക്സ്റ്റൻഷൻ തിയറം വെച്ച് വി വിൽ ഗെറ്റ് എ ഐസമോർഫിസം ടോ ഫ്രം എഫ് ക്ലോഷർ ടു എ സബ് ഫീൽഡ് ഓഫ് എഫ് ക്ലോഷർ. എഫ് ക്ലോഷറിന്റെ സബ് ഫീൽഡ്ക്ക് ഒരു ഐസമോർഫിസം ഉണ്ടാവുമോ? എഫ് ക്ലോഷറിൽ നിന്നും എഫ് ക്ലോഷറിലേക്ക് വേണമെങ്കിൽ ഐസമോർഫിസം ഉണ്ടാവാം. എഫ് ക്ലോഷറിൽ നിന്നും എഫ് ക്ലോഷറിന്റെ സബ് ഫീൽഡ്ക്ക് വേറെ ഐസമോർഫിസം ഉണ്ടാവുമോ? എഫ് ക്ലോഷറിൽ നിന്ന് എഫ് ക്ലോഷറിനേക്കാൾ കുറവുള്ള ഒന്നിലേക്ക് ഒരു ഐസമോർഫിസം ഉണ്ടാവില്ല. കാരണം ഇത് 1 1 on 2 ആവണ്ടേ. അങ്ങനെയാകുമ്പോൾ എഫ് ക്ലോഷറിൽ നിന്നും എഫ് ക്ലോഷറിലേക്ക് തന്നെ ആയിരിക്കും ആ ഐസമോർഫിസം. അപ്പൊ ഇതെന്ത് തന്നെയാണ്? എഫ് ക്ലോഷർ തന്നെയാണ്. അപ്പൊ ടോ ഫ്രം എഫ് ക്ലോഷർ ടു എഫ് ക്ലോഷർ. ഓക്കെ, അതാണ് ടോ ഫ്രം എഫ് ക്ലോഷർ ടു എഫ് ക്ലോഷർ. അങ്ങനെ ഒരു ഐസമോർഫിസം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഈ ഇത് എവിടുന്ന് എടുക്കുക? എഫ് ക്ലോഷറിൽ നിന്നും എഫ് ക്ലോഷറിലേക്കാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എഫ് ക്ലോഷർ ഓഫ് എക്സിൽ നിന്നും എഫ് ക്ലോഷർ ഓഫ് എക്സിലേക്ക് പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ആ ഫംഗ്ഷനെ ഞാൻ ടോ എക്സ് എന്ന് വിളിച്ചു. ആ ടോ എക്സിന്റെ പ്രത്യേകത ടോ എക്സ് ഫ്രം എഫ് ക്ലോഷർ ഓഫ് എക്സിൽ നിന്ന് എഫ് ക്ലോഷർ ഓഫ് എക്സിലേക്ക് ഡിഫൈൻഡ് ബൈ ടോ എക്സ് ഓഫ് എക്സ് ആണ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു മാറ്റം ഇല്ലാതെ എക്സ് എൻ ആയിട്ട് മാറും. ടോ എക്സ് ഓഫ് എ where a belongs to F closure. F closureലെ ഒരു മെമ്പറിലാണ് ടോ എക്സ് അപ്ലൈ ചെയ്യണമെങ്കിൽ ടോ എക്സ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ടോ ഓഫ് എ ആയിരിക്കും. ടോ എക്സ് ഓഫ് എ എന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ ടോ ഉണ്ടല്ലോ, ടോ എക്സ് ഫ്രം എഫ് ക്ലോഷർ ഓഫ് എക്സിൽ നിന്ന് എഫ് ക്ലോഷർ ഓഫ് എക്സിലേക്ക്. ടോ എക്സ് എക്സിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അത് സെയിം എക്സിലേക്ക് പോകും. നേരെ മറിച്ച് ടോ എക്സ് എഫ് ക്ലോഷറിലുള്ള ഒരു മെമ്പറിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ടോ എക്സിന് പകരം ഈ ടോ കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അങ്ങനെയെങ്കിൽ നമുക്കറിയാം എന്താണ് പി ഓഫ് എക്സ്. നോക്കൂ, പി ഓഫ് എക്സില് ആൽഫന്റെ മൾട്ടിപ്ലിസിറ്റി ആരാ? v1 ആണ്. അഥവാ ഇതിൽ ആൽഫ ഫാക്ടർ ആയി വരുന്ന ഏറ്റവും വലിയ ഫാക്ടർ എക്സ് മൈനസ് ആൽഫ റൈസ് ടു v1 ആണ്. ഓക്കെ, ബീറ്റിന്റെ മൾട്ടിപ്ലിസിറ്റി ആരാ? v2 ആണ്. ബീറ്റിന്റെ മൾട്ടിപ്ലിസിറ്റി v2 ആണ്. കാരണം ബീറ്റ് ഫാക്ടർ ആയി വരുന്ന എക്സ് മൈനസ് ബീറ്റ ഫാക്ടർ ആയി വരുന്ന ഏറ്റവും വലിയ പവർ v2 ആണ്. അങ്ങനെയെങ്കിൽ പി ഓഫ് എക്സ് നമുക്കറിയാം, ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു എ എന്ന് എഴുതിയിട്ടില്ലേ? ഈ എ എന്താണെന്നറിയോ? ഇങ്ങനെ a0 പ്ലസ് a1 എക്സ് പ്ലസ് എക്സെട്ര an എക്സ് റൈസ് ടു എന്ന് എഴുതിയാൽ എക്സ് മൈനസ് ആൽഫ റൈസ് ടു v1 എക്സ് മൈനസ് ബീറ്റ റൈസ് ടു v2 അങ്ങനെ മാത്രം എഴുതി കഴിഞ്ഞാൽ അത് ഈക്വൽ ആവില്ല. കാരണം ഇതൊക്കെ പടം മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് എക്സ് റൈസ് ടു n ആവും. ഇവിടെ എക്സ് റൈസ് ടു n കോയിഫിഷ്യന്റ് എ റൈസ് ടു n ഉണ്ട്. അപ്പൊ അവിടെ ഒരു കോൺസ്റ്റന്റ് എക്സ്ട്രാ ഉണ്ടാവണം. ശരിക്കും ഇത് എ അല്ല, അത് an തന്നെയാണ് കേട്ടോ. അത് ശരിക്കും എ അല്ല, അത് ആർ തന്നെയാണ്, an തന്നെയാണ്. ആ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, ഇതാണ് നമ്മളെ പി ഓഫ് എക്സ്. ആ പി ഓഫ് എക്സ് ഒന്ന് എടുത്ത് എഴുതി വെച്ചു. പി ഓഫ് എക്സ് ഈക്വൽ ടു ഈ എ വരാനുള്ള കാരണം നിങ്ങൾക്ക് അറിയാലോ. ഈ എ എവിടുത്തെ എലമെന്റാ? എ എന്ന് പറഞ്ഞാൽ ശരിക്കും an തന്നെയാണ്. എ എന്ന് പറഞ്ഞാൽ എഫിലെ എലമെന്റ് ആണ്. എ എന്ന് പറഞ്ഞാൽ an ആണ്. an ബിലോങ്സ് ടു എഫ് ആണ്.
ആ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടി. അങ്ങനെയെങ്കിൽ ടോ എക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തും ടോ എക്സ് അപ്ലൈ ചെയ്യാൻ പോവാണ്. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, രണ്ട് ഭാഗത്തും ടോ എക്സ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ടോ എക്സ് ഓഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു ടോ എക്സ് ഓഫ് ദിസ്. രണ്ട് ഭാഗത്തും ടോ എക്സ് അപ്ലൈ ചെയ്തു. ടോ എക്സ് ഓഫ് പി ഓഫ് എക്സ് എന്തായിരിക്കും വരിക? നോക്കൂ, ഇത് ഫ്രം ഇക്വേഷൻ 1 ആണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്, പി ഓഫ് എക്സ് എഴുതിയിരിക്കുന്നത്. ടോ എക്സ് ഓഫ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാ ടോ, ഈ രണ്ടും പി ഓഫ് എക്സ് ഉണ്ട്, ഇതിൽ ഒന്നാമത്തെ ഇക്വേഷൻ 1ൽ ടോ എക്സ് അപ്ലൈ ചെയ്യുക. ടോ എക്സ് ഓഫ് പി ഓഫ് എക്സ് പറഞ്ഞാൽ ടോ എക്സ് ഓഫ് ഇങ്ങനെ ആവൂലേ? ടോ എക്സ് ഓഫ് എ നോട്ട് എന്താ? ടോ എക്സ് ഓഫ് എ നോട്ട്, എ നോട്ട് എന്ന് പറഞ്ഞാൽ എഫിലെ എലമെന്റ് ആണ്, അഥവാ എഫ് ക്ലോഷറിലെ എലമെന്റ് ആണ്. ടോ എക്സ് ഓഫ് എ നോട്ട് എന്ന് പറഞ്ഞാൽ അത് ടോ ഓഫ് എ നോട്ട് ആണ്. ടോ ഓഫ് എ നോട്ട് എവിടുത്തെ എലമെന്റാ? എ ഐക്ക് എഫ് എലമെന്റ് ആണ്. ടോ ഓഫ് എ നോട്ട്, ടോ എന്ന് പറഞ്ഞാൽ എഫിൽ എലമെന്റ് ആണ്. എഫിൽ ടോ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഐഡന്റിറ്റി മാപ്പിംഗ് ആണ്. therefore ടോ ഓഫ് എ നോട്ട് ഇസ് ഈക്വൽ ടു എ നോട്ട് ആണ്. അപ്പോൾ ടോ എക്സ് ഓഫ് എ നോട്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് ടോ എക്സ് ഓഫ് എ വൺ ആയിരിക്കും, ടോ എക്സ് ഓഫ് എക്സോ എക്സ് ആയിരിക്കും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും ആയിട്ട് മാറും, എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എ എൻ എക്സ് റൈസ് ടു എൻ ആവും, അഥവാ പി ഓഫ് എക്സ് ആയിട്ട് മാറും. അഥവാ ടോ എക്സ് ഓഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു ആർ തന്നെയാണ്, പി ഓഫ് എക്സ് തന്നെയാണ്. ഇനി ടോ എക്സ് ഇതിൽ അപ്ലൈ ചെയ്യുമ്പോഴോ, ടോ എക്സ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ എവിടുത്തെ എലമെന്റാ? ടോ എക്സ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ടോ ഓഫ് എ എന്ന് കൊടുക്കാം, ടോ ഓഫ് എ. ഇനി ടോ എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ടോ എക്സ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ അത് ആൽഫ എഫ് ക്ലോഷർ മെമ്പർ ആണ്. അപ്പോൾ ടോ എക്സ് ഓഫ് ആൽഫ ടോ ഓഫ് ആൽഫ, ടോ ഓഫ് ആൽഫ റൈസ് ടു v1. ഇത് കാരണം ഹോമോർഫിസ് ആണല്ലോ, അപ്പോൾ ഉള്ളിലൊക്കെ കയറും. എക്സ് മൈനസ് ടോ ഓഫ് ബീറ്റ റൈസ് ടു v2 ഇങ്ങനെ ആയിട്ട് മാറി. ടോ ഓഫ് എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ is equal to a n ആണ്. therefore ടോ ഓഫ് എ ആർ എൻ ആയിട്ട് മാറും, എ തന്നെ ആയിട്ട് മാറും. എക്സ് മൈനസ് ടോ ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ ബീറ്റ അല്ലേ, അത് എവിടുന്ന് കിട്ടി? ടോ ഓഫ് ആൽഫ എങ്ങനെ ബീറ്റ ആയി? നോക്കൂ, ടോ എന്നുള്ളത് എഫ് ഓഫ് ആൽഫന്റെ എക്സ്റ്റൻഷൻ ആണ്. ടോ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ സൈ ആൽഫ ബീറ്റയാണ്. അപ്പോൾ ടോ ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ സൈ ആൽഫ ബീറ്റ ഓഫ് ആൽഫയാണ്. സൈ ആൽഫ ബീറ്റ ഓഫ് ആൽഫ ബീറ്റയാണ്, കാരണം ആൽഫന്റെ കോൺജുഗേറ്റ് ആണ് മാപ്പ് ചെയ്യുക. therefore ഇവിടെ എന്തായി മാറി? എക്സ് മൈനസ് ടോ ഓഫ് ആൽഫ ഈക്വൽ ടു ബീറ്റ. എക്സ് മൈനസ്, ഇനി ടോ ഓഫ് ബീറ്റ എന്താ നമുക്കറിയില്ല, അപ്പൊ അങ്ങനെ തന്നെ എഴുതി വെച്ചു, ടോ ഓഫ് ബീറ്റ, ടോ ഓഫ് ആൽഫ 3, ടോ ഓഫ് ആൽഫ n. ഇവിടെ നിന്ന് മനസ്സിലായി എന്നറിയോ? ഈ പി ഓഫ് എക്സില് നേരെ ശ്രദ്ധിച്ചു നോക്കണേ, ഈ പി ഓഫ് എക്സില് എക്സ് മൈനസ് ബീറ്റ റൈസ് ടു v1 എന്നുള്ളൊരു കോയിഫിഷ്യന്റ് ഉണ്ട്. എക്സ് മൈനസ് ബീറ്റ റൈസ് ടു അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട്, എക്സ് മൈനസ് ബീറ്റ റൈസ് ടു v1. ഒരു പക്ഷേ ഈ ടോ ഓഫ് ആൽഫ 3 ഇല്ലേ, ഈ ടോ ഓഫ് ആൽഫ 3 ബീറ്റ ആണെങ്കിലോ? ആൽഫ 3നെ അതിന്റെ കോൺജുഗേറ്റ് അല്ലേ മാപ്പ് ചെയ്യുക? ആൽഫ 3ന് ഒരുപാട് കോൺജുഗേറ്റ് ഉണ്ട്, അതിൽപ്പെട്ടൊരു കോൺജുഗേറ്റ് അല്ലേ ബീറ്റയും. ഓക്കെ, ഈ ടോ ഓഫ് ആൽഫ 3 ബീറ്റ ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ടോ ഓഫ് ആൽഫ 3ക്ക് എന്താവാൻ ചാൻസ് ഉണ്ട്? ബീറ്റ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിൽ വീണ്ടും ഒരു എക്സ് മൈനസ് ബീറ്റ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നാൽ എക്സ് മൈനസ് ബീറ്റ റൈസ് ടു v3 ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അവിടെ v1 ഉണ്ട്, ഇവിടെ v3 ഉണ്ടെങ്കിൽ ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് മൈനസ് ബീറ്റ റൈസ് ടു v1 പ്ലസ് v3 എന്നാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ഈ പി ഓഫ് എക്സിൽ ബീറ്റന്റെ കോയിഫിഷ്യൻ, ബീറ്റ വരുന്ന ഫാക്ടർ അതിന്റെ ഡിഗ്രി v1 പ്ലസ് v3 ആവാൻ ചാൻസ് ഉണ്ട്, അഥവാ v1നേക്കാൾ കൂടാൻ ചാൻസ് ഉണ്ട്. therefore p of x contain a factor x minus beta raised to v1. അത് ഉറപ്പാണ്. പക്ഷേ ഇതിനേക്കാൾ കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. therefore multiplicity of beta greater than or equal to multiplicity of alpha. ഇപ്പൊ ഞാൻ എടുത്തത് ആൽഫയും ബീറ്റയും എടുത്തോണ്ടല്ലേ ഇങ്ങനെ കിട്ടിയത്. ഇതേപോലെ ബീറ്റയും ആൽഫയും എടുത്തു, ചൂസ് ബീറ്റ ആൻഡ് ആൽഫ. അങ്ങനെ എടുത്താൽ ഇതേപോലെ ചെയ്യുമ്പോൾ ഞാൻ ഇവാലുവേഷൻ, ഈ കോൺജുഗേഷൻ ഐസോമോർഫിസം തിയറത്തിന് പകരം എഫ് ഓഫ് ബീറ്റയിൽ നിന്ന് എഫ് ഓഫ് ആൽഫയിലേക്കാണ് പോകേണ്ടത്. അപ്പൊ സൈ ബീറ്റ ആൽഫ എടുക്കും. അങ്ങനെ ചെയ്ത് വന്നാൽ എനിക്ക് എന്തും കിട്ടുന്നറിയോ? മൾട്ടിപ്ലിസിറ്റി ഓഫ് ആൽഫ greater than multiplicity of beta. Now equation 1, equation 2. From equation 1 and equation 2 we get multiplicity of beta equal to multiplicity of alpha. അഥവാ ആൽഫന്റെയും ബീറ്റന്റെയും മൾട്ടിപ്ലിസിറ്റി സെയിം ആണ്. അഥവാ ഈ ആൽഫയും ബീറ്റയും ഒരു റെപ്രസെന്റേറ്റീവ് എലമെന്റ് മാത്രമാണ്. അങ്ങനെയെങ്കിൽ പി ഓഫ് എക്സിന് ഇതും സെയിം ആണ്, ഇത് വി എടുക്കാം നമുക്ക്. അങ്ങനെ എടുത്താൽ ഇതും വി ആണ്. ഈ ആൽഫയും ബീറ്റയും ഒരു റെപ്രസെന്റേറ്റീവ് എലമെന്റ് മാത്രമാണ്. ഇപ്പൊ എല്ലാത്തിനും റിസൾട്ട് ട്രൂ ആവണം. അപ്പൊ ഇതും വി ആണ്, ഇതും വി ആണ്, ഇതും വി ആണ്. ഓക്കെ, അങ്ങനെ വന്നാൽ ഈ പി ഓഫ് എക്സിനേക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? പി ഓഫ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു
x minus alpha, alpha means alpha 1 raised to v, x minus alpha raised to v, x minus alpha 3 raised to v, etc. x minus alpha k raised to v എന്ന് എഴുതി കൂടെ. ഇതാണ് തിയറം പറയുന്നത്. ഈ തിയറം നെക്സ്റ്റ് കൊറോളറി, ഈ കൊറോളറി പറയുന്നത് p of x is an irreducible in f of x, then p of x has a factorization in f closure of x of the form p of x equal to a into product I equal to 1 to k x minus alpha I raised to v. v fixed ആണ്, equal to v. ഈ പ്രൂഫ് സെയിം മേലത്തെ പ്രൂഫ് തന്നെയാണ്. നെക്സ്റ്റ് വൺ കൊറോളറി. If irreducible polynomial of alpha over f have n distinct zeros of multiplicity v in f closure, then ആദ്യം ആ തിയറം എന്താ പറയുന്നത് നോക്കാം. എന്താണ് irreducible polynomial of 2 raised to 1 by 3 over q x q minus 2 അല്ലേ? ഈ x q minus 2ന് ഇവിടെ നമുക്കറിയാം 3 സീറോസ് ഉണ്ടാവുമെന്ന്. അതുപോലെ n സീറോസ് ഉണ്ടെന്ന് വിചാരിക്കുക. എക്സ് ക്യൂ മൈനസ് ടുന് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആയിട്ടുള്ള ആ പി ഓഫ് എക്സിന്, ഈ പി ഓഫ് എക്സിന് n ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഓഫ് മൾട്ടിപ്ലിസിറ്റി v, ഓഫ് മൾട്ടിപ്ലിസിറ്റി നമുക്ക് n ഡിസ്റ്റിങ്ക്റ്റ് സീറോ n ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഓഫ് മൾട്ടിപ്ലിസിറ്റി v ഇൻ എഫ് ക്ലോഷർ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ, ആ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആയിട്ടുള്ള പി ഓഫ് എക്സ്, ലെറ്റ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫ് എടുത്തു. ഇത് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫ് ആണ്. വെറും ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ അല്ല, നമ്മളെ മോണിക് പോളിനോമിയൽ ആണ്. സാധാ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ അല്ല അത്. സാധാ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ അല്ല, അത് ആൽഫന്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആണ്. അങ്ങനെ വന്നാൽ ആ പോളിനോമിയൽ ഒരു മോണിക് പോളിനോമിയൽ ആയിരിക്കും. നിങ്ങൾക്ക് അറിയാലോ. എനിവേ എന്താണ് പി ഓഫ് എക്സ് ഈക്വൽ ടു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഓവർ എഫ് ആണ്. ഈ ആൽഫ ഇറഡ്യൂസിബിൾ പോളിനോമിയലിന് n ഡിസ്റ്റിങ്ക്റ്റ് സീറോസ് ഉണ്ട്. അപ്പൊ എക്സ് മൈനസ് ആൽഫ 1 അതിന് 0 ആണ്, എക്സ് മൈനസ് ആൽഫ 2 അതിന് 0 ആണ്, എക്സ് മൈനസ് ആൽഫ n അതിന് 0 ആണ്. ഓരോന്നിന്റെ മൾട്ടിപ്ലിസിറ്റി v ആണ്. v v v. അങ്ങനെ വന്നാൽ എന്തായിരിക്കും ഇതിന്റെ ഡയമെൻഷൻ? ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ഓവർ എഫ് എന്തായിരിക്കും വരിക? ഇതിന്റെ ഡിഗ്രി പറഞ്ഞാൽ ഇതിന്റെ ഡിഗ്രി v ആണ്. മൊത്തം n ആൾക്കാരുണ്ട്. therefore ടോട്ടൽ ഡിഗ്രി nv ആവൂലേ? ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ഓവർ എഫ് ഇസ് ഈക്വൽ ടു nv ആയിരിക്കും. ശരിയാണല്ലോ. എന്താണ് എഫ് ഓഫ് ആൽഫ ഓവർ എഫ് എന്ന് പറയുന്നത്? അഥവാ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ഓവർ എഫ് nv എന്ന് പറഞ്ഞ അർത്ഥം എന്താ അറിയോ? സോറി, ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് അല്ല, ഡിഗ്രി ഓഫ് ആൽഫ ഓവർ എഫ്. അഥവാ എഫ് ഓഫ് ആൽഫ ഓവർ എഫിന്റെ ഡയമെൻഷൻ nv ആണ്. നമുക്കറിയാം എഫ് ഓഫ് ആൽഫ ഓവർ എഫ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ആൽഫ ഓവർ എഫ് ആണ്. അതിന്റെ ഡയമെൻഷൻ nv ആണ്. മാത്രമല്ല എന്താണ് എഫ് ഓഫ് ആൽഫ ഓവർ എഫ് എന്ന് പറഞ്ഞാൽ? ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഐസോമോർഫിസം ഓഫ് ഇ ഓഫ് എഫ് ഓഫ് ആൽഫ ഓൺ ടു subfield of f closure leaving f fixed ആണല്ലോ. അങ്ങനെ ലീവിങ് എഫ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഐസോമോർഫിസം ആൽഫനെ അതിന്റെ കോൺജുഗേറ്റ് അല്ലേ മാപ്പ് ചെയ്യുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ ആൽഫക്ക് എത്ര കോൺജുഗേറ്റ് ഉണ്ട്? സപ്പോസ് ആൽഫ ഈക്വൽ ടു ആൽഫ 1 ആണെന്ന് വിചാരിച്ചോ. ആൽഫ ഈക്വൽ ടു ആൽഫ 1, ഇത് ആൽഫ തന്നെയാണ് കേട്ടോ. ആണെങ്കിൽ ഈ ആൽഫക്ക് എത്ര കോൺജുഗേറ്റ് ഉണ്ട്? ഒന്ന് ആൽഫ തന്നെ, ഇത് മൊത്തം n ആൾക്കാരല്ലേ. അങ്ങനെ ആകുമ്പോൾ ഈ ആൽഫക്ക് എത്ര ആൾക്കാർക്ക് പോവാം? ആൽഫനെ അതിന്റെ കോൺജുഗേറ്റ് മാപ്പ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ആൽഫ ആവാ, അല്ലെങ്കിൽ ആൽഫ 1, ആൽഫ 2 ആവാ, ആൽഫ 3 ആവാ, ആൽഫ n ആവാ. ഇത്രയും പോസിബിലിറ്റി ഉണ്ട്. മൊത്തം n പോസിബിലിറ്റീസ് ഉണ്ട്. therefore നമുക്ക് എന്ത് പറയാം? is equal to n ആണെന്ന് പറയാം. ഓക്കെ, അതിനർത്ഥം എന്താ അറിയോ? എഫ് ഓഫ് ആൽഫ ഓവർ എഫ് എന്ന് പറഞ്ഞാൽ n ആയിരിക്കും. അത് ആരെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? എഫ് ഓഫ് ആൽഫ ഓവർ എഫിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അഥവാ ഡയമെൻഷൻ ആണ് എപ്പോഴും എന്താവുന്നത്? കൂടുതലാവുന്നത്. ആരേക്കാൾ? ഇൻഡെക്സ് കുറവും ഡയമെൻഷൻ എല്ലാ സമയത്തും കൂടുതലായിരിക്കും. ഡയമെൻഷൻ ആരേക്കാൾ കൂടുതൽ? ഇൻഡെക്സിനേക്കാൾ
കൂടുതൽ. ശരിയല്ലേ? കാരണം ഇൻഡെക്സ് ആരെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? എഫ് ഓഫ് ആൽഫ അഥവാ ഡയമെൻഷനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് corollary. E is a finite extension of f, then E over f divides dimension of E over f. തൊട്ടു മുമ്പത്തെ റിസൾട്ട് പറഞ്ഞു, പക്ഷെ അവിടെ സിമ്പിൾ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള എഫ് ഓഫ് ആൽഫക്ക് മാത്രമാണ് ഈ റിസൾട്ട് നമ്മൾ പറഞ്ഞത്. ഇത് കോമൺ ആയിട്ട് ഈ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആണെങ്കിൽ ഈ റിസൾട്ട് ട്രൂ ആവുമോ ഇല്ലയോ? പ്രൂഫ്. സപ്പോസ് ഇ ഈസ് എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് എഫ്. അങ്ങനെയെങ്കിൽ ഈ നമുക്ക് ഇങ്ങനെ ആയിക്കൂടെ? ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ there exists alpha 1, alpha 2, etc. alpha k such that E equal to അങ്ങനെ എഴുതിക്കൂടെ? അങ്ങനെയെങ്കിൽ ഞാൻ ഇതാ ഒരു സീരീസ് കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. എഫ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ 1 ലെസ് ദാൻ ഈക്വൽ എക്സെട്ര അങ്ങനെ എഴുതിക്കൂടെ? ഓക്കെ. സപ്പോസ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ആൽഫ ഐ ഹാസ് എൻ ഐ ഡിസ്റ്റിങ്ക്ട്. ഇത് ആരെ ഇറഡ്യൂസിബിൾ പോളിനോമിയലിന്? ആൽഫ ഐന്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയലിന് എൻ ഐ ഡിസ്റ്റിങ്ക്ട് സീറോസ് ഉണ്ട് ഓഫ് മൾട്ടിപ്ലിസിറ്റി വി ഐ. അഥവാ ആൽഫ ഐന്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ പി ഐ ഓഫ് എക്സ് ആണെന്ന് വിചാരിക്കുക. ഇതിനെ എങ്ങനെ ആക്കി മാറ്റാം? എക്സ് മൈനസ് ആൽഫ 1 റൈസ് ടു വി ഐ, എക്സ് മൈനസ് ആൽഫ 2 റൈസ് ടു വി ഐ ഒക്കെ സെയിം ആവുമല്ലോ. എക്സ് മൈനസ് ആൽഫ 3 റൈസ് ടു വി ഐ എക്സെട്ര. എക്സ് മൈനസ് എത്ര സീറോസാ? എൻ ഐ സീറോസ് ആണ്. ആൽഫ എൻ ഐ റൈസ് ടു വി ഐ. ഇങ്ങനെ ആയിരിക്കും ആരെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ? ആൽഫ ഐന്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ. എത്ര സീറോസ് ഉണ്ട്? എൻ ഐ സീറോസ് ഉണ്ട്. ഓരോന്നിന്റെ മൾട്ടിപ്ലിസിറ്റി എന്താ? വി ഐകളാണ്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ഈ പി ഐ ഓഫ് എക്സിന്റെ ഡയമെൻഷൻ എന്താ? സോറി, ഈ പി ഐ ഓഫ് എക്സിന്റെ ഡിഗ്രി എന്തായിരിക്കും? ഇവിടെ എക്സ് മൈനസ് വി ഐ ഉണ്ട്, എക്സ് മൈനസ് വി ഐ ഉണ്ട്. മൊത്തം ഇങ്ങനെ എഴുതിക്കൂടെ? എൻ ഐ ഇൻറ്റു വി ഐ ആയിരിക്കൂലേ ഈ പി ഐ ഓഫ് എക്സിന്റെ ഡിഗ്രി, ടോട്ടൽ ഡിഗ്രി. ഇവിടെ വി ഐ, ഇവിടെ വി ഐ, ഇതൊക്കെ ഇവിടെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എൻ ഐ വി ഐ ഇതിന്റെ ഡിഗ്രി ആവൂലേ? ഓക്കെ. അങ്ങനെയെങ്കിൽ എന്താണ് ഇ ഓവർ എഫ് നോക്കാം. ഇ ഓവർ എഫ് എന്ന് പറഞ്ഞാൽ ഇത് ഓവർ എഫ്. അപ്പൊ ഇങ്ങനെ ഓരോന്നായി ഇങ്ങനെ ചെയ്യും. ഓക്കെ. അപ്പൊ ഇത് ഓവർ ദിസ് ഇൻറ്റു 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 ഇത് ഓവർ ദിസ്, ഇത് ഓവർ ദിസ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ആൽഫ കെ ഓവർ ദിസ് ആണ്. ഡിഗ്രി ഓഫ് ആൽഫ കെ എന്ന് പറഞ്ഞാൽ ദ ഡിഗ്രി ഓഫ് ദ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ. ഇത് എൻ ഐ വി ഐ ജനറലി അങ്ങനെ ഇക്വേഷൻ ആണെങ്കിൽ ഇത് എൻ കെ വി കെ ആയിരിക്കും. ഇത് പറഞ്ഞാൽ ആൽഫ കെ, ഇത് കോമൺ ആയി പറയുന്നുണ്ട് ആൽഫ ഐ എന്നുള്ള പോളിനോമിയലിന്റെ ഇറഡ്യൂസിബിൾ ആൽഫ ഐ എന്നുള്ള എലമെന്റിന്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയലിന്റെ ഡിഗ്രി എൻ ഐ വി ഐ ആണ്. therefore ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അത് ഇറഡ്യൂസിബിൾ പോളിനോമിയലിന്റെ ഡിഗ്രി ആണല്ലോ. അപ്പൊ എൻ കെ വി കെ എക്സെട്ര. ഇത് എൻ ടു വി ടു എൻ വൺ വി വൺ. ഇത് ബ്രാക്കറ്റ് ഇട്ട് വെറുതെ കേട്ടോ. എൻ വൺ വി വൺ ദാറ്റ് ഈസ് ഈക്വൽ ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക അറിയാലോ? അതിന് ഇക്വേഷൻ 1 എഴുതി. അതുപോലെ ഇൻഡെക്സ് കാണാൻ പോവാണ്. ഇൻഡെക്സ് ഓഫ് ഇ ഓവർ എഫ് നമുക്കറിയാം. ഇൻഡെക്സ് ഓഫ് ഇ ഓവർ എഫ് വന്നാലും ഇതേപോലെ ഇങ്ങനെ ചെയ്യാം. എങ്ങനെ കണ്ടോ? ഇൻഡെക്സ് ഓഫ് ദിസ് ഓവർ എഫ് എന്ന് പറഞ്ഞാൽ ഇത് ഓവർ ദിസ്, ഇത് ഓവർ ദിസ്, ഇങ്ങനെ ചെയ്തു പോവാം. അങ്ങനെ എങ്കിൽ ഇതാ ആ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ? ഇൻറ്റു 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 ഇതെന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ആൽഫ 1 ഓവർ എഫ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐസമോർഫിസം ഓഫ് എഫ് ഓഫ് ആൽഫ 1 ടു എ സബ് ഫീൽഡ് ഓഫ് എഫ് ക്ലോഷർ ലീവിംഗ് എഫ് ഫിക്സ്ഡ്. അപ്പൊ ആൽഫ 1നെ അതിന്റെ കോൺജുഗേറ്റ് മാപ്പ് ചെയ്യുള്ളൂ. ആൽഫ 1 എത്ര കോൺജുഗേറ്റ് ഉണ്ട്? ആൽഫ 1ന്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയലിന് n1 ഡിസ്റ്റിങ്ക്ട് സീറോസ് ഉണ്ട്. അതുപോലെ ആൽഫ 2 എന്നുള്ള പോളിനോമിയൽ, ആൽഫ 2 എന്നുള്ള എലമെന്റിന്റെ ഇറഡ്യൂസിബിൾ പോളിനോമിയലിന് എത്ര ഡിസ്റ്റിങ്ക്ട് സീറോസ് ഉണ്ട്? n2 ഡിസ്റ്റിങ്ക്ട് സീറോസ് ഉണ്ട്. അപ്പൊ ഇതിന് ആൻസർ n1 ആയിരിക്കും, ഇതിന് ആൻസർ n2 ആയിരിക്കും, അങ്ങനെ എക്സെട്ര nk. ഇത് ഇക്വേഷൻ 2 എഴുതി. ഇക്വേഷൻ 1 ഇക്വേഷൻ 2. ഇക്വേഷൻ 2ന്റെ മൾട്ടിപ്പിൾ അല്ലേ ഇക്വേഷൻ 1? കാരണം ഇവിടെ v1 v2 എക്സെട്ര vk എക്സ്ട്രാ ആണ്. therefore E over F divides E over F. Okay.